നമസ്കാരം. വിഘ്നേശ്വര ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ് കുമാർ. ഇന്നിവിടെ പറയാൻ പോകുന്നത് ജനനസംഖ്യ 3 കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ദേവഗുരുവായ ബൃഹസ്പതിയുടെ ആധിപത്യമുള്ള സംഖ്യയാണ് 3. അപ്പോൾ 3, 12, 21, 30 ഈ തീയതികളിൽ ജനിച്ചവരെല്ലാം 3 ജന്മസംഖ്യയുള്ളവരാണ്. വ്യാഴം വിജ്ഞാനകാരകനാണ്. അപ്പോൾ 3 ജന്മസംഖ്യ ഉള്ളവർ പൊതുവെ മഹത്തായ ഗുണവിശേഷമുള്ളവരും മഹത്വം കാംക്ഷിക്കുന്നവരുമായിരിക്കും. അതേ കണക്ക് തന്നെ എല്ലാവരുടെയും പ്രശംസയ്ക്കും ആദരവിനുമൊക്കെ പാത്രീഭൂതമാകുന്നവരൊക്കെയാകും. പിന്നെ ആത്മവിശ്വാസവും ആജ്ഞാശക്തിയൊക്കെ ഉള്ളവരായിരിക്കും. ഏതു കാര്യത്തിലും ഇവർക്ക് ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാവുന്നതാണ്. അത് ഇവർക്ക് വളരെയധികം നിർബന്ധമാണ്, അടുക്കും ചിട്ടയും. അതേ കണക്ക് തന്നെ ശത്രുക്കളെപ്പറ്റി ഇവർക്ക് ഭയമില്ല. പിന്നെ പരാജയമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇവർക്കൊരു മരണത്തേക്കാൾ ഭയാനകമായി കരുതുന്നവരായിരിക്കും ഇവർ. കാരണം ഇവർ ഇച്ചിരി അഭിമാനികളായിരിക്കും. അതേ കണക്ക് തന്നെ കുറുക്ക് വഴിയിൽ കൂടി കാശൊപ്പിക്കണമെന്നുള്ള ചിന്താഗതിയൊന്നും ഇവർക്ക് ഉണ്ടാവത്തില്ല. കാരണം ഇവർക്ക് നേരെ പോ ആ രീതിയായിരിക്കും. അതേ കണക്ക് തന്നെ അഭ്യസിച്ച വിദ്യ അന്യർക്ക് പകർന്നു കൊടുക്കുന്നതിലൊക്കെ ഇവർക്ക് വളരെ ഉദാരമതികളായിരിക്കും. ഇവരിൽ നിന്നും മറ്റാരും സഹായമൊന്നും പ്രതീക്ഷിക്കേണ്ട. അതേ കണക്ക് തന്നെ സ്വന്തം ജീവിതത്തിലെ ബന്ധപ്പാടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നടക്കുകയില്ല. ഇപ്പോൾ അന്യരോടത്തൊക്കെ നമ്മുടെ കഷ്ടപ്പാടുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിൽ നിന്നൊരു അനുകമ്പ മേടിക്കണമെന്നുള്ള സ്വഭാവമൊന്നും ഇവർക്കില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ഇവരത് ഉള്ളിൽ വെച്ച് അവരുടേതായിട്ടുള്ള ആ ജീവിത വിജയത്തിന് വേണ്ടി അതിൻ്റെ കാര്യങ്ങളെല്ലാം അവർ അത് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അതേ കണക്ക് തന്നെ ഇവർ നീതിന്യായ വകുപ്പിലും അതേ കണക്ക് തന്നെ വിദ്യാഭ്യാസ വകുപ്പിലുമൊക്കെ ഇവർ വളരെയധികം ശോഭിക്കുന്നവരായിരിക്കും. ജോലിയുടെ കാര്യത്തിൽ ഇവർക്ക് ഇവരുടേതായുള്ള ഒരു ചെറിയ ഒരു വകുപ്പ് കിട്ടിയെങ്കിലും ഇപ്പം തന്നെ അല്ലെങ്കിൽ ഒരു സ്കൂളിലൊക്കെ അങ്ങനെ ഒരു അധ്യാപക വൃത്തി ജോലി കിട്ടിക്കഴിഞ്ഞാലും എങ്ങനെയായാലും അതിൽ നിന്നൊക്കെ പെട്ടെന്നൊരു ഹെഡ് മാസ്റ്റർ ആകുവാനും ഇപ്പം തന്നെ ഒരു ചെറിയൊരു പോസ്റ്റ്മാനായി ജോലിയിൽ പ്രവേശിക്കേണ്ടി വന്നാൽ ഇവർ എത്രയും വേഗം ആ ഒരു ടെസ്റ്റ് എഴുതി പോസ്റ്റ് മാസ്റ്റർ ആകാൻ നോക്കും. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇവർ വലിയ ഉന്നതങ്ങളിലോട്ട് എത്തുവാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. പിന്നെ അതേ കണക്ക് തന്നെ ഇവർക്ക് നല്ല രീതിയിൽ നല്ല ശരീരപുഷ്ടി ഉണ്ടായിരിക്കും, നല്ല ധൈര്യശാലികളായിരിക്കും. ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇവർ നല്ലൊരു രീതിയിൽ ഇവരുടെ ശരീരപ്രകൃതിയും കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് തന്നെ നല്ല ഇതായിരിക്കും. കാരണം വാരി വലിച്ചങ്ങനെ ആഹാരം കഴിപ്പോ കാര്യങ്ങളൊന്നുമില്ല. എല്ലാത്തിനകത്തും ഒരു കൃത്യനിഷ്ഠത ഇവർക്ക് ഉണ്ടായിരിക്കും. ആഹാരരീതിയാണെങ്കിലും ജീവിതത്തിൻ്റെ കാര്യമാണെങ്കിലും എല്ലാത്തിനകത്തും. പിന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം പൊതുവെ വളരെ സൗഭാഗ്യപൂർണ്ണമായിരിക്കും. നല്ല സന്താനഭാഗ്യവും എല്ലാം ഉണ്ടായിരിക്കും. അതേ കണക്ക് തന്നെ സ്ത്രീകളുടെ കാര്യവും ഏറെക്കുറെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. സ്ത്രീകളുടെ കാര്യവും നല്ല അറിവും അതേ കണക്ക് തന്നെ ദാമ്പത്യ ജീവിതമൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്നവരായിരിക്കും. ഭർത്താവിനെയും മക്കളെയൊക്കെ നല്ല രീതിയിൽ നോക്കുകയും എന്തെങ്കിലുമൊക്കെ ഇപ്പം ഈ പറയുന്ന ഇവർക്ക് തന്നെ ദേഷ്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ദേഷ്യം ഭർത്താവിനോടൊന്നും കാണിക്കത്തില്ല. അതൊക്കെ സ്വന്തം ഉള്ളിൽ തന്നെ ഒതുക്കി ആ ദാമ്പത്യ ജീവിതം വളരെ ഐശ്വര്യപൂർണ്ണതയോട് കൂടി കൊണ്ടുപോകണമെന്നുള്ള ചിന്താഗതിയൊക്കെ ആയിരിക്കും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള നല്ലൊരു ജന്മസംഖ്യ ആണ് 3 എന്നുള്ളത്. പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നന്ദി, നമസ്കാരം.